ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എന്തായാലും കൃഷ് ബലരാമനെ തിരഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഭാഗ്യശ്രീക്ക് ഒരു മനസ്സിലൊരു ഒരു ഒരു ആശ്വാസം പോലെ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആരെയും വന്നാൽ രക്ഷിക്കുമോ എന്നുള്ളത്. പിന്നീടാണ് ആരോ വന്നിട്ടുണ്ടെന്ന കാര്യം സുമിത്രയും ബാലു അറിയുന്നത്. പിന്നെ ഏട്ടാ ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ബലരാമേട്ടാ എന്ന് വിളിക്കുമ്പോഴത്തേനും ആളാരാണെന്നുള്ളത് അവർക്ക് ശരിക്കും മനസ്സിലാവാണ്. അത് കൃഷാണ്, അത് ബലരാമൻ്റെ അനിയനാണെന്ന് പറയുന്നു. ആ സമയത്ത് രക്ഷപ്പെടാനെന്ന നിലയ്ക്ക് തന്നെ മീര ഒന്ന് സൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് മീരയുടെ വായ പൊത്തിപ്പിടിക്കായിട്ടാണ് സുമിത്ര ചെയ്യുന്നത്. ഭാഗ്യശ്രീ ആണെങ്കിലോ നിലവിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ വായ കെട്ടിയിട്ടത് കാരണം അവൾക്ക് ഒരുപാട് സംസാരിക്കാനും സാധിക്കുന്നില്ല കേട്ടോ. കൃഷാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ആരെയും അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എന്താ ഇങ്ങനെ, ഏട്ടനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും. പിന്നെ ഇവിടെയൊന്നും ആരെയും കാണാനില്ല. എന്തൊക്കെയോ പോലെ, ഭാഗ്യശ്രീ പോലും ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ പുറകിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം തന്നെ ബാലഗോപാലനാണെങ്കിൽ തോക്കൊക്കെ എടുത്ത് റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകൾ വന്നിട്ട് അയാൾ തിരിച്ചു പോയി മാഡം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ മീരയെ പിടിച്ച് അടിക്കുന്നുണ്ട്. നീ എന്താ വിചാരിച്ചത്? അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഞങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ടുപോകുന്നോ? ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. നീ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എൻ്റെ മകൾ ഭാഗ്യശ്രീ ഉണ്ട്, അവൾക്കൊരു കൂട്ടായിക്കോട്ടെ, അവൾ അവിടേക്ക് പിടിച്ച് കെട്ടിയിടുമെന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളോട് പറയുന്നു കേട്ടോ. നേരെ മീരയും കൂട്ടിയിട്ട് ഭാഗ്യശ്രീ ഇരിക്കുന്ന റൂമിനകത്തേക്ക് കൊണ്ടുവരുന്നു. ഭാഗ്യശ്രീ ആകെ അന്നപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആരാണാവോ എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം തന്നെ മീരയെ അവിടെ പിടിച്ച് കെട്ടിയിടുക കേട്ടോ ചെയ്യുന്നത്. മീര നിലവിളിക്കുന്നുണ്ട് പാവം. പക്ഷേ പുറത്തു പോകാൻ മീരയ്ക്ക് ഒരു ഒരു വഴിയും കാണാനില്ല കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും സാഗറിനെയും സുജുവിനെയായിട്ടോ കാണിക്കുന്നത്. സുജു സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, സാഗർ എന്താണ് ഇവിടെ? കാണാനില്ലല്ലോ, ബലരാമൻ വിളിച്ചതുപോലുമില്ല. അവൻ എത്ര നേരമായി പോയിട്ട്? അങ്ങനെ പുറത്ത് പോവുകയാണെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും പറയണ്ടേ എന്ന് പറയുന്നുണ്ട്. അവൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും. ദാ കണ്ടോ, അവൻ്റെ മെസ്സേജ് വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിളിക്കേണ്ട, ഫ്ലൈറ്റിൽ കയറി ഇനി ഇറങ്ങിയിട്ടേ വിളിക്കുള്ളൂ, ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സുജു ആശ്വാസമായി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി. കൃഷ്ണൻ വിളിക്കുന്നത് കേട്ടില്ല, ബലരാമൻ്റെ ഒരു അറിവുമില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാവില്ലേ? ഞാനൊരു അമ്മയല്ലേ എന്ന് പറയുന്നുണ്ട്. 10 മാസം ചുമന്നവർക്കല്ലേ അതിൻ്റെ വിഷമം അറിയുള്ളൂ എന്നൊക്കെ സുജു പറയുമ്പോൾ, ഓ ഇതാണോ അമ്മ മനസ്സ്, തങ്ക മനസ്സ് എന്നൊക്കെ കൃപ പറയുന്നുണ്ട്. അതെ അതെ, ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ എൻ്റെ ഭാര്യയെ കളിയാക്കണ്ട കേട്ടോ കൃപയെന്ന് പറയുന്നുണ്ട്. അത് ശരി, ഇപ്പം നിങ്ങളൊന്നായോ? എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അമ്മ ചോദിക്കുമെന്നും കൃപ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി മോനെ കാര്യങ്ങളെല്ലാം? കൺമണിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി, എല്ലാവർക്കും സന്തോഷമായി. പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടപടിയായി. ഒരു 10 വർഷത്തേക്ക് ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. കൃപയാണെങ്കിലും അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവരിനകത്തായി. എത്രയും പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കൃഷ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ബലരാമേട്ടൻ്റെ വീട്ടിലേക്ക് പോയി, പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. എനിക്കവിടെ ചെന്നപ്പോൾ എന്തോ ദുരൂഹതയായിട്ട് തോന്നി എന്ന് പറയുന്നുണ്ട്. എന്ത് തോന്നാനാടാ, അവനിപ്പോൾ മെസ്സേജ് അയച്ചു, അവൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, ഇനി ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, വിളിച്ചാൽ കിട്ടില്ല, അവിടെ എത്തിയിട്ട് തീർച്ചയായും വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ബലരാമൻ അവിടെ എത്തട്ടെ. ഓ എന്നാൽ അങ്ങനെ ആവട്ടെ. പിന്നെ അവനെ നേരത്തെ തന്നെ വരാൻ പറയണം കല്യാണത്തിന്. ഇനി അധിക സമയമൊന്നുമല്ലല്ലോ, പൊന്നമ്മേട്ടിൽ പോയിട്ട് ആ വഴിപാട് തീർക്കണം എന്ന് പറയുന്നു. നാളെ തന്നെ ആവട്ടെ. അപ്പോൾ കൃപ പറയുന്നുണ്ട്, പൊന്നമ്മേട്ടിലേക്ക് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പോവുകയാണല്ലേ? ആ എന്തൊക്കെയാണ് സംഭവിക്കാൻ ദൈവം പോലെ അറിഞ്ഞിട്ടുണ്ടാവോ ഇവരുടെ വഴിപാടിൻ്റെ കാര്യം? എടി എടി നീ വെറുതെ ചാടാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാവുന്നുണ്ട്. പിന്നീടും നമ്മുടെ ഭാഗ്യശ്രീയാണ് കാണിക്കുന്നത് കേട്ടോ. ഭാഗ്യശ്രീ എങ്ങനെയൊക്കെയോ മുഖത്തിലെ ആ തുണി മാറ്റുന്നുണ്ട്. അതിനുശേഷം തന്നെ നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടറാണെന്ന് പറയുന്നു. അപ്പോൾ ഭാഗ്യശ്രീയെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളൊരു ദുഷ്ടയായൊരു സ്ത്രീയാണല്ലോ, നിങ്ങളുടെ ഏട്ടനെ നിങ്ങൾ എന്തിനാ കുത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടുപേരും വഴക്കൂടിയ സമയത്ത് ഏട്ടനെ കുത്തിക്കിട്ടതാണെന്ന്. അവരങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഏട്ടനെ ഇന്ന് വരെ ഒന്നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അത്ര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഏട്ടനെ. അവർ നിങ്ങൾ അകപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അവർ തന്നെയാണ് ആ ക്രൂരകൃത്യം ചെയ്തത്. എന്നിട്ട് എൻ്റെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുകയാണ്. എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് അതൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട്.
ഒരുപക്ഷെ അവരങ്ങനെ ചെയ്യും. അത്രയും ക്രൂര മനസ്സുള്ളവരാണ്. ഡോക്ടർ എങ്ങനെ ഇവിടെ എത്തിയത്? ഏട്ടനെ ചികിത്സിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു കേട്ടോ. അതെ, അയാൾ, അതായത് കുട്ടിയുടെ അച്ഛൻ അവിടുന്ന് എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നത് പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം ഞാൻ വിശ്വസിച്ച് പോയി. പക്ഷേ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞിട്ട് എൻ്റെ പുറകെ കൂടിയതാണ് അയാൾ. ഇപ്പോൾ എന്തായി? ഞാൻ ആകെ അകപ്പെട്ടു. ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ഏട്ടനെ അവർ തന്നെ കുത്തിയിട്ടിരിക്കുകയാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ്? പക്ഷേ ഡോക്ടറിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അത്രയും ക്രൂര മനസ്സുള്ളവരാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ. അതിന് ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാരാണ് വിചാരിക്കേണ്ടത്? എൻ്റെ ഏട്ടൻ തന്നെ. ഏട്ടൻ വിചാരിച്ചാലാണ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം സാധിക്കില്ല. ഏട്ടൻ്റെ കണ്ണൊന്ന് തുറക്കട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ അവിടേക്ക് സുമിത്ര വരുന്നുണ്ട് കേട്ടോ. എന്താ ഇപ്പോൾ രണ്ടുപേരും കൂടി നിൻ്റെ മുഖത്തത്തെ കെട്ട് ആരടാ അയച്ചതെന്ന് ചോദിക്കുന്നു. അമ്മ എന്നെ ഇവിടെ പിടിച്ചിട്ടോ, ഈ ഡോക്ടറിനെ, ഇവളൊരു പാവാണ്, ഇവളെ വിട്ടയച്ചേക്കെന്ന് പറയുന്നുണ്ട്. ഇവൾ അങ്ങനെയൊന്നും പോകണ്ട, ബലരാമനൊന്ന് സുഖം പ്രാപിക്കട്ടെ, എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇവളെ വിട്ടയക്കുന്നുള്ളൂ. ഒരു കാര്യം ഇവൾ പുറത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ അന്ന് ഞാൻ ശരിയാക്കുകയും ചെയ്യും. പിന്നെ രണ്ടാളും കൂടി ഇങ്ങനെ കുശലം പറഞ്ഞിരുന്നാൽ ശരിയാവില്ല. എൻ്റെ മകളുടെ വക്കീൽ ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു ഉപായം തോന്നും. അതിന് നടക്കാനായിട്ട് പാടില്ല. ഞാൻ എന്തായാലും ഇവളെ അങ്ങോട്ട് മാറ്റുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് മീരയെ കൂട്ടിക്കൊണ്ട് ബലരാമൻ്റെ റൂമിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. പിന്നെയാണെങ്കിലോ കൺമണിയാണെങ്കിലോ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, കൺമണി എന്ന് പറഞ്ഞിട്ട്. എന്താ ഇപ്പോൾ വിളിച്ചത്? പിന്നെ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. സർ എന്തിനാ എപ്പോഴും എപ്പോഴും നന്ദി പറയാൻ നിൽക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ജീവൻ രക്ഷിച്ച നീയല്ലേ, പിന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നാളെ നമുക്ക് പൊന്നും വീട്ടിലേക്ക് പോകണം, ആ വഴിപാട് തീർക്കണം. എന്തായാലും അവിടെ വെച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. നമ്മൾ വഴിപാട് തീർക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. അത് ഒരു ദിവസമല്ലേ, പിറ്റേ ദിവസം നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് തുടരാലോ. അതും സാധിക്കില്ല. കല്യാണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല. നല്ല രീതികൾ നല്ല കുട്ടികളായിട്ട് തന്നെ ആ കല്യാണ മണ്ഡപത്തിൽ നമ്മൾ എത്തണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ പറഞ്ഞതുപോലെ കാര്യം നടക്കട്ടെ എന്ന് കൃഷും പറയുന്നുണ്ട്. കൃഷിൻ്റെ ഈ ഒരു ബുദ്ധി ഒത്തില്ല കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും മീരയെ കാണിക്കുന്ന കേട്ടോ. മീര പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് വിട്ടയക്ക്, എനിക്ക് വീട്ടിലേക്ക് പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. നീ എങ്ങോട്ടും പോകണ്ട, ഇവനെ സുഖപ്പെടുത്തിയിട്ട് മാത്രം നിന്നെ ഞങ്ങൾ എങ്ങോട്ടേ വിടുള്ളൂ. വിട്ട് കഴിഞ്ഞാലോ നീ എന്തെങ്കിലും പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അവസാനമായിരിക്കും എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? നേരത്തെ നിനക്കൊന്ന് കിട്ടിയത് അറിയാലോ. ഇനി വീണ്ടും നിനക്ക് ദേഹോപദ്രവം ഒന്ന് ഏൽക്കണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നോ. ഭക്ഷണവും ഡ്രസ്സും എല്ലാം ഞാനിവിടെ എത്തിക്കാം. ഡ്രസ്സ് ഇവിടെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഭക്ഷണം കറക്റ്റ് ടൈമിൽ എത്തിക്കും. അതും കഴിച്ച് മിണ്ടാണ്ടിരുന്നോണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ മകൻ എണീക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം നിനക്ക് പോകണോ വരണോ എന്ന കാര്യങ്ങളൊക്കെ എന്ന് മീരയോട് പറയുന്നുണ്ടോ. ആ സമയത്ത് സുമിത്രയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ബലരാമൻ ചെറുതായിട്ട് എണീക്കുന്നതായിട്ട് കാണിക്കുന്നു. പെട്ടെന്ന് തന്നെയാണ് മീരയ്ക്കത് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം ഭാഗ്യശ്രീ പറഞ്ഞല്ലോ തന്നെ രക്ഷിക്കാൻ ഏട്ടൻ എണീക്കണം, എന്നാലേ നടക്കുള്ളൂ. എന്തായാലും മീര എന്തായാലും ബലരാമനെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കും, സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വിശേഷം കഴിയുന്നത് കേട്ടോ.